കൂട്ടുകാരെ, ഇറ്റ്സ് മീ സൈഡിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരൽപ്പം മീൻ കറി വെക്കാൻ പോവുകയാണ്. എല്ലാവർക്കും മീൻ കറി വെക്കാനൊക്കെ അറിയാം. എന്നാലും ഞാനൊരു സാധാരണ രീതിയിലൊരു മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാവേ. ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആദ്യം അല്പം ഉലുവ ഇട്ട് കൊടുക്കുവാണ്. ഒത്തിരി ഉലുവ ഇടണ്ട, ഒരു 5-8 ഉലുവ ഇട്ട്. ഈ അല്പം കൂടുതലാണെന്ന് കുറച്ച് വെച്ചേക്കാം. അതിന് ശേഷം അല്പം കടുക് ഇട്ട് കൊടുത്തു. കടുകും ഉലുവായും പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തേ. ഈ ഉലുവായും കടുകൊക്കെ അങ്ങനെ തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. അതല്പം ഒന്ന് മൂത്തപ്പോഴേക്കും ഞാനൊരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തേ. ഇവിടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ഓരോന്നായി ചേർക്കാം. ആദ്യം തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി എടുക്കും. ഞാൻ മല്ലിപ്പൊടി ഇട്ടാണ് കറി വെക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തു. ഇനി ഇത് രണ്ടും കൂടെ ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കും. ഇനി നമ്മൾ കുഴച്ചെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ. ഞാനിങ്ങനെ ചേർക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ മുളക് പൊടി ഡയറക്റ്റ് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ചേർക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകില്ല. ഒരല്പം കൂടെ വെള്ളം ഇതിനകത്ത് ഇച്ചിരി ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊരല്പം കൂടെ വെള്ളം ഒഴിച്ച് ഞാനത് അങ്ങ് ചേർത്ത് കൊടുക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും അതിനാവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ കണക്കിന് ചേർക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് അല്പം കുറഞ്ഞിരിക്കും. പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പം മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു 2 ചുള പുളി എടുത്ത്
നന്നായി കീറിയെടുത്താണ് അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്പം കറിവേപ്പില കൂടി ചേർക്കുവാണ്. ഞാനിവിടെ കറിവേപ്പില ഉണങ്ങിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഞാൻ മേടിച്ച് വെച്ച് ഉണങ്ങി വെക്കും. അപ്പോൾ അത് അതും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇത് ഞാൻ അയലമീനാണ് കറി വെക്കുന്നത്. ഞാൻ അത് ചെറുതായിട്ട് മുറിച്ചെടുത്തേ. ഇത് നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. തിളച്ച് കുറുകിയിട്ടുമുണ്ട്. ഇത് കണ്ടോ, ഞാനിനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. തീ ഒരല്പം കുറച്ച് വെച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചത് അത് നല്ലതുപോലെ മസാലയൊക്കെ പിടിക്കാനായിട്ട്, മുളകും പുളിയൊക്കെ പിടിക്കാനായിട്ടാണ്. ഇനി ഇത് ഇപ്പം വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഞാനതുകൊണ്ട് ഇപ്പം ഒന്ന് ഇളക്കി കൊടുത്തു. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ച് കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ മൂടയൊന്ന് മാറ്റി നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇളക്കാൻ പറ്റൂല. ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതാ ഇങ്ങനെ പിടിച്ചിട്ട് കൈ പൊള്ളിക്കാതെ ചട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് ഒന്ന് കറക്കി എടുക്കണം. അപ്പം മീനൊന്ന് മിക്സ് ആവും. മീനൊട്ട് പൊടിഞ്ഞു പോകത്തുമില്ല. നല്ല ചാറൊക്കെ കുറുകി നമ്മുടെ മീൻ കറി പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. ഇങ്ങനെ ഇത് കണ്ടോ, മസാല ആവശ്യത്തിന് പിടിച്ചിട്ടുമുണ്ട്, എന്നാൽ ഒത്തിരി ചാറില്ലാതാണ്. ഈ ഒരു പരുവത്തിന് ഞാനെൻ്റെ മീൻ കറി നിർത്തുവാണേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം കുറച്ച് കറിവേപ്പിലയും ഒരല്പം ഉപ്പും അല്പം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിതെല്ലാം നേരത്തെ ചേർത്തത് കൊണ്ട് ഇനി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ മീൻ കറി റെഡി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ മീൻ കറി ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ എത്തുന്നതായിരിക്കും. ഞാൻ മീൻ കറി വെക്കുന്നത് വരെ ക്ഷമയോട് കാത്തിരുന്ന എൻ്റെ കൃത്യമോളാണ്. കൃത്യ ഇനി കൃത്യമോൾക്ക് ഇച്ചിരി ചോറ് കൊടുക്കണം. എനിക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ സ്പെഷ്യൽ അയിലക്കറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.